അടുത്ത ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ ഫോളോഡ് ബൈ എലിമിനേഷൻ. നമ്മൾ ന്യൂക്ലിയോഫിലിക് അഡിഷൻ എങ്ങനെയാണ് നടക്കുക എന്നുള്ളത് മനസ്സിലായി. ഇനി അത് കഴിഞ്ഞിട്ട് എലിമിനേഷൻ റിയാക്ഷനും കൂടി നടക്കുന്ന ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോണത്. അതിലെന്താണ്? അഡീഷൻ ഓഫ് അമോണിയ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്. അമോണിയ അല്ലെങ്കിൽ അമോണിയയുടെ ഡെറിവേറ്റീവ്സ് ആഡ് ചെയ്യുന്ന റിയാക്ഷൻസ് ഒക്കെ ഈ ടൈപ്പിൽ വരുന്നതാണ്. അപ്പൊ നമുക്കറിയാം അമോണിയ എന്ന് പറയുന്നത് NH3. ഇനി അമോണിയ ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോഴോ ഈ അമോണിയയിലത്തെ NH2H എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. NH3യെ നമുക്ക് NH2H എന്ന് റെപ്രസെന്റ് ചെയ്യാം. NH3 തന്നെയാണല്ലോ. ഇവിടുത്തെ ഈ ഹൈഡ്രജൻ പോയിട്ട് അവിടേക്ക് ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് വരിക, അതായത് NH2 ഈ H പോയിട്ട് വേറൊരു Z എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് വരികയാണെങ്കിൽ അങ്ങനെ ഇതിനെയാണ് അമോണിയ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. അതായത് അമോണിയയിലത്തെ ഒരു ഹൈഡ്രജൻ പോയിട്ട് വേറൊരു ഗ്രൂപ്പ് വരിക, ഒരു ആറ്റം ആയിരിക്കും അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസോ ഏതെങ്കിലും വരുന്ന അമോണിയയുടെ ഡെറിവേറ്റീവ്സ് ആണ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പൊ ഈ അമോണിയ ആഡ് ചെയ്യുന്നതും അമോണിയയുടെ ഡെറിവേറ്റീവ്സ് ആഡ് ചെയ്യുന്നതും ഒക്കെ സെയിം മെക്കാനിസം ആണ്. എങ്ങനെയാണ്? ന്യൂക്ലിയോഫിലിക് അഡിഷൻ ഫോളോഡ് ബൈ എലിമിനേഷൻ ആണ്. ഇനി നമുക്ക് ഏതൊക്കെയാണ് അമോണിയ ഡെറിവേറ്റീവ്സ് എന്ന് നോക്കാം. അപ്പൊ അമോണിയയിലത്തെ ഈ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് OH ആണ് വരുന്നതെന്ന് വിചാരിക്കുക. അതായത് NH2OH. ഇതിനെയാണ് നമ്മൾ ഹൈഡ്രോക്സിൽ അമീൻ എന്ന് പറയുന്നത്. ഹൈഡ്രോക്സിൽ അമീൻ, അമീനിലേക്ക് NH2, അമീനിലേക്ക് OH ഗ്രൂപ്പ് വരിക, ഹൈഡ്രോക്സിൽ അമീൻ. ഇനി ഇവിടേക്ക് ഹൈഡ്രജന് പകരം വേറൊരു NH2 ഗ്രൂപ്പ് തന്നെയാണ് വരണേയെങ്കിൽ ഈ ഹൈഡ്രജന് പകരം NH2, ഈ Z എന്ന് പറയുന്നത് ഒരു NH2 ഗ്രൂപ്പ് തന്നെയാണെങ്കിൽ അതാണ് ഹൈഡ്രാസീൻ. ഹൈഡ്രസീൻ എന്ന് പറയും. ഓക്കെ, ഇനി അടുത്തതാണ് ഫിനൈൽ ഹൈഡ്രസീൻ. ഫിനൈൽ ഹൈഡ്രസീൻ. അപ്പൊ ഹൈഡ്രസീൻ ഉണ്ട്, പിന്നെന്താ വ്യത്യാസം? ഹൈഡ്രസീനിലത്തെ ഒരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്കൊരു ഫിനൈൽ ഗ്രൂപ്പ് വരികയാണ്, അതാണ് ഫിനൈൽ ഹൈഡ്രസീൻ. ഇതാണ് ഫിനൈൽ ഹൈഡ്രസീൻ. ഇനി അടുത്ത അമോണിയ ഡെറിവേറ്റീവ് ആണ് 2,4-ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ. അതായത് ഫിനൈൽ ഹൈഡ്രസീൻ ഉണ്ട്, അപ്പൊ നമുക്ക് ഇതന്നെ ഈ സ്ട്രക്ചർ ഉണ്ട് അവിടെ. NH, ഇപ്പൊ ഫിനൈൽ ഹൈഡ്രസീൻ ഉണ്ട്, 2,4-ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ ആണ്. അപ്പൊ ഇവിടെ ഇത് ഫസ്റ്റ് പൊസിഷൻ, ഇവിടുത്തെ രണ്ടാമത്തെ പൊസിഷൻ 2 and 4, രണ്ടാമത്തെയും നാലാമത്തെയും പൊസിഷനിൽ നൈട്രോ ഗ്രൂപ്പ് വരിക, അതാണ് 2,4-ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ. അതാണ് അടുത്ത അമോണിയ ഡെറിവേറ്റീവ്, 2,4-ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ. 2,4-ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ. ഇനി ഒരു അമോണിയ ഡെറിവേറ്റീവും കൂടി നമുക്ക് പഠിക്കാനുണ്ട്, അതാണ് സെമി കാർബസൈഡ്. സെമി കാർബസൈഡ്. സെമി കാർബസൈഡ് എങ്ങനെയാ നമുക്ക് റെപ്രസെന്റ് ചെയ്യുക? NH2 C ഡബിൾ ബോണ്ട് O, NH C ഡബിൾ ബോണ്ട് O, NH2, NH C ഡബിൾ ബോണ്ട് O, NH2. ഇതാണ് സെമി കാർബസൈഡ്. ഓക്കെ, അപ്പോ അമോണിയ അതുപോലെ തന്നെ അമോണിയയുടെ ഇത്രയും ഡെറിവേറ്റീവ്സ് ഇതൊക്കെ ആഡ് ചെയ്യുന്നത് ന്യൂക്ലിയോഫിലിക് അഡീഷൻ ഫോളോഡ് ബൈ എലിമിനേഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ അടുത്തതാണ് അഡീഷൻ ഓഫ് അമോണിയ ആൻഡ് ഡെറിവേറ്റീവ്സ്. ഇത് ഓരോന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, ജനറൽ ആയിട്ട് ഒരു റിയാക്ഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ എല്ലാത്തിന്റെയും മെക്കാനിസം നമുക്ക് മനസ്സിലാവും. അപ്പൊ നമുക്കിനി ഒരു എക്സാമ്പിൾ എടുത്തിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളതൊന്ന് നോക്കി നോക്കാം. ഓക്കെ, എല്ലാ അമോണിയ ഡെറിവേറ്റീവ്സ് ഏതൊക്കെയാണെന്നുള്ളത് അറിയണം, അതെങ്ങനെയാണ് ആഡ് ചെയ്യുക എന്നും. നമുക്ക് ആദ്യം നമ്മുടെ ആൽഡിഹൈഡ് R C ഡബിൾ ബോണ്ട് O R അല്ലെങ്കിൽ H, ആൽഡിഹൈഡ് ഓർ കീറ്റോൺ ഏതാണെങ്കിലും നമ്മൾ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് എന്താണ് അമോണിയ ഡെറിവേറ്റീവ് ആഡ് ചെയ്യാണ്, NH2Z റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, അമോണിയ ഡെറിവേറ്റീവ് ആഡ് ചെയ്യുക. അപ്പൊ നമുക്കിത് ആദ്യം റിയാക്ഷൻ എഴുതാൻ സിമ്പിൾ ആയിട്ട് എങ്ങനെ പ്രോഡക്റ്റ് എഴുതാം എന്നുള്ളത് നോക്കാം. ഇവിടുത്തെ ഈ ഓക്സിജൻ, ഓക്കെ, അതുപോലെ ഇവിടുന്ന് ഈ ഒരു ഹൈഡ്രജനും ഇത് എലിമിനേറ്റ് ചെയ്യും, അതായത് H2O എലിമിനേറ്റ് ചെയ്ത് പോവും, -H2O.
ബാക്കി ഇങ്ങോട്ട് ആഡ് ചെയ്ത് എഴുതുക. എങ്ങനെയാണ്? RCH ഡബിൾ ബോണ്ട്, RCH ഡബിൾ ബോണ്ട്, പിന്നെ എന്താ ഉള്ളത്? ഒരു നൈട്രജൻ ഉണ്ട്, ഒരു സെഡ് ഉണ്ട്, NZ. ഇതാണ് ജനറൽ ആയിട്ട് പ്രോഡക്റ്റ് ഫോം ചെയ്യുക. ഇനി ഇത് എങ്ങനെയാ ഫോം ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. എന്താണ്? NH2Z എന്ന് പറയുന്ന ഈ ഒരു അമോണിയ ഡെറിവേറ്റീവിൽ നിന്ന് H+ പോയിട്ട് NHZ- എന്നുള്ള ഫോമിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. NH2Z നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് NHZ എന്ന് പറയുന്ന ഈ ഒരു പോർഷൻ ആണ്. അപ്പൊ ഇവിടെ RC ഡബിൾ ബോണ്ട് OH എന്ത് വരും? ഈ NHZ വന്നിട്ട് അറ്റാച്ച് ചെയ്യും. നമുക്ക് NH2Z എന്ന് തന്നെ ഇവിടെ എഴുതാം. അതിൽ നിന്ന് ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് NHZ ആണ്. അത് ഇവിടെ വന്നിട്ട് നമുക്ക് ന്യൂക്ലിയോഫിലിക് അഡീഷൻ നടക്കുന്നത് എങ്ങനെയാ പ്രോഡക്റ്റ് എഴുതണേന്ന് അറിയാം. RCHO-NHZ ആണ്. അവിടേക്ക് എന്താണ്? ഇതിലത്തെ ഈ പ്രോട്ടോൺ വന്നിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ OH എന്നാവും അല്ല. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഇനി എന്താ ഉള്ളത്? ഇവിടെ നിന്ന് മനസ്സിലായല്ലോ, നമ്മുടെ ഇത് ഡയറക്റ്റ് ആയിട്ട് ന്യൂക്ലിയോഫിലിക് അഡീഷൻ നടന്നിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇനി നമ്മുടെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ നടന്നിട്ടുള്ള പ്രോഡക്റ്റ് എഴുതി. ഇനി എന്താണ്? ഫോളോഡ് ബൈ എലിമിനേഷൻ. എലിമിനേഷൻ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എഴുതാണ്. NHZ ഞാൻ ഇങ്ങനെ എഴുതി. ഓക്കെ. അപ്പൊ ഇവിടുന്ന് OH ഇങ്ങോട്ട് വന്നു, വാട്ടർ ഇത് കണ്ടോ, H2O ആയിട്ട് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോയി. നമ്മുടെ പ്രോഡക്റ്റ് എന്താണ്? RC ഡബിൾ ബോണ്ട് NHH. ഓക്കെ. ഇങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ് ഫോം ചെയ്യുക. ഓക്കെ. ഇവിടെ നിന്ന് എന്തുണ്ട്? H2O വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റ് എഴുതാം. ഇത് ആക്ച്വലി എങ്ങനെയാണ് നടക്കുന്നത്? ഈ NH2Z എന്ന് പറയുന്നത് ഈ രീതിയിലാണ് അയണൈസ് ചെയ്യുക. NHZ എന്ന് പറയുന്നതാണ് നമ്മുടെ ന്യൂക്ലിയോഫൈല്. അത് ഇവിടേക്ക് വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ട് പ്രോഡക്റ്റ് ഫോം ചെയ്യും. അടുത്ത സെക്കൻഡിൽ എന്താണ്? എലിമിനേഷൻ നടക്കും. വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഇങ്ങനെയാണ് ജനറൽ ആയിട്ട് ഇതിന്റെ പ്രോഡക്റ്റ് നമുക്ക് എഴുതാം. നമുക്ക് ഈ ഒരു രീതിയിൽ പ്രോഡക്റ്റ് എഴുതാൻ അറിഞ്ഞാലും മതി. ഇനി ഓരോ അമോണിയ ഡെറിവേറ്റീവ്സും റിയാക്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്യുക, അതിന്റെയൊക്കെ നെയിം എന്താ എന്നുകൂടി ഒന്ന് അറിഞ്ഞു വെക്കണത് നന്നായിരിക്കും. അടുത്തത് അമോണിയ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സിന്റെ എങ്ങനെയാണ് റിയാക്ഷൻ വരുന്നത്, പ്രോഡക്റ്റ് എന്താണ് എന്നുള്ളത് നോക്കാം. റിയാക്ഷൻ എങ്ങനെയാ വരണേന്ന് നമ്മൾ നോക്കിയതാണ്. എങ്ങനെയാണ് പ്രോഡക്റ്റ് എഴുതേണ്ടത് എന്ന് മനസ്സിലായി. ഇനി നമുക്ക് അതായത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യും? വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ട് പ്രോഡക്റ്റ് എഴുതുകയാണ് ചെയ്യുക അല്ലേ? അപ്പൊ നമുക്കിനി നോക്കാം എങ്ങനെയാണ് ഇതിന്റെ റിയാക്ഷൻ വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ എന്താണ്? ആൽഡിഹൈഡ് അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യാണ്. അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഓക്സിജൻ പോവും, ഇവിടെ നിന്ന് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്ത് പോവും അല്ലെ? H2O എലിമിനേറ്റ് ചെയ്യും. ബാക്കിയുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? ഡയറക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത് എഴുതിയാൽ മതി. എങ്ങനെയാ? C ഡബിൾ ബോണ്ട് എന്തുണ്ട്? NH. ഈ കോമ്പൗണ്ട് ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഇമീൻ എന്നാണ് ഇതിനെ പറയുക. ഓക്കെ. അടുത്തത് അമോണിയയിൽ ഹൈഡ്രജന് പകരം ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ആണ് എന്ന് വെക്കുക. NH2R എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഇവിടെ അതെ, ഇവിടെ നിന്ന് ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്യും, ഇവിടുത്തെ ഓക്സിജൻ പോവും അല്ലെ? ഹൈഡ്രജനും ഇതും കൂടിയിട്ട് എലിമിനേറ്റ് ചെയ്യുമ്പോൾ മൈനസ് വാട്ടർ മോളിക്യൂൾ ആണ് എല്ലാ കേസിലും എലിമിനേറ്റ് ചെയ്ത് പോണത്. അപ്പൊ ഇവിടുന്ന് H2O എലിമിനേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ നമുക്ക് പ്രോഡക്റ്റ് എഴുതുക? C ഡബിൾ ബോണ്ട് NR പ്രോഡക്റ്റ് ഫോം ചെയ്തു. അപ്പൊ ഇതെന്താണ്? ഇത് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇമീൻ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇമീൻ. ഇനി അടുത്തൊരു കേസിൽ എന്ത് ചെയ്യും? അടുത്തത് ഹൈഡ്രോക്സിൽ അമീനുമായിട്ടാണ് റിയാക്ട് ചെയ്യണത്. അവിടെ അതെ ഈ ഹൈഡ്രജനും ഈ ഓക്സിജനും കൂടിയിട്ട് വാട്ടർ എലിമിനേറ്റ് ചെയ്തു പോവും, മൈനസ് H2O. അപ്പൊ എന്താ ഫോം ചെയ്യുക? പ്രോഡക്റ്റ് C ഡബിൾ ബോണ്ട് NOH അല്ലെ? NOH. അപ്പൊ ഹൈഡ്രോക്സിൽ അമീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ചെയ്യണ പ്രോഡക്റ്റ് ആണ് ഓക്സിൻ. ഹൈഡ്രോക്സിൽ അമീനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഈ കോമ്പൗണ്ടിനെയാണ് നമ്മൾ ഓക്സിം എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്താണ്? ഹൈഡ്രസീനുമായിട്ടാണ് റിയാക്ട് ചെയ്യുക. ഈ ഹൈഡ്രജനും ഈ ഓക്സിജനും കൂടിയിട്ടാണ് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോവുക, മൈനസ് H2O. അപ്പൊ എന്താ ഫോം ചെയ്യണത്? C ഡബിൾ ബോണ്ട്
NH2 അല്ലേ, NH2. അപ്പൊ ഹൈഡ്രോക്സിൽ അമീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ ഫോം ചെയ്യണത്? ഹൈഡ്രോസോൺ ആണ് ഫോം ചെയ്യണത്. ഹൈഡ്രോക്സിൽ അമീനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഉള്ള പ്രോഡക്റ്റിന്റെ പേരാണ് ഹൈഡ്രസോൺ. ഓക്കെ, ഹൈഡ്രസോൺ ഫോം ചെയ്യും. ഓക്കെ, ഇനി അടുത്തതോ, ഇത് ഫിനൈൽ ഹൈഡ്രസീൻ ആണ്. അഗെയിൻ ഇവിടുത്തെ ഈ ഹൈഡ്രജനും ഈ ഓക്സിജനും കൂടിയിട്ട് എലിമിനേറ്റ് ചെയ്യും. ജസ്റ്റ് ജോയിൻ ചെയ്തിട്ട് എഴുതാം. C ഡബിൾ ബോണ്ട്, ഇവിടെ എന്തുണ്ട്? NH അല്ലേ, NH2 അല്ല, NH, പിന്നെന്താണ്? ഈ ഫിനൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഹൈഡ്രസീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രസോൺ ആണ് ഫോം ചെയ്യുക. അപ്പൊ ഫിനൈൽ ഹൈഡ്രസീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? ഫിനൈൽ ഹൈഡ്രസോൺ ആണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുക. ഫിനൈൽ ഹൈഡ്രസോൺ, പ്രോഡക്റ്റിന്റെ പേരെന്താണ്? ഫിനൈൽ ഹൈഡ്രസോൺ. ഇനി അടുത്തത് 2,4-ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസോണുമായിട്ടാണ് ഹൈഡ്രസീനുമായിട്ടാണ് റിയാക്ട് ചെയ്യണത്. ഇവിടുത്തെ ഹൈഡ്രജനും ഈ ഓക്സിജനും എലിമിനേറ്റ് ചെയ്ത് പോവും, വാട്ടർ എലിമിനേറ്റ് ചെയ്യും. C ഡബിൾ ബോണ്ട് N, പിന്നെന്താണ്? C ഡബിൾ ബോണ്ട് N, NH, പിന്നെ ഈ ഒരു ഗ്രൂപ്പ് NH, ഇവിടെ NO2, ഇവിടെയും NO2. ഇതിനെ നമ്മൾ എന്താ പറയാ? 2,4-ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീനുമായിട്ടാണ് റിയാക്ട് ചെയ്തത്. പ്രോഡക്റ്റ് 2,4-ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസോൺ ആണ് പ്രോഡക്റ്റ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോഡക്റ്റിന്റെ പേരെന്താണ്? 2,4-ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസോൺ. ഓക്കെ, ഈ 2,4-ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീനെ ബോർഷസ് റിയേജന്റ് എന്നാണ് പറയുക. നമ്മൾ സാധാരണ ആൽഡിഹൈഡ്സിനെയും കീറ്റോൺസിനെയും ഒക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ റിയാക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു റിയേജന്റ് ആണ് ഈ ബോർഷസ് റിയേജന്റ്, 2,4-ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ. ബോർഷസ് റിയേജന്റ് ആഡ് ചെയ്യുമ്പോൾ നല്ല ഓറഞ്ച് കളറിൽ അല്ലെങ്കിൽ ഓറഞ്ച് റെഡ് കളറിലുള്ള 2,4-ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസോൺ ഫോം ചെയ്യണതാണ് ആൽഡിഹൈഡ്സിന്റെയും കീറ്റോൺസിന്റെയും ഐഡന്റിഫിക്കേഷൻ റിയാക്ഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. അടുത്തതാണ് സെമി കാർബസൈഡുമായിട്ടുള്ള റിയാക്ഷൻ. അപ്പൊ ഈ ഹൈഡ്രജനും ഓക്സിജനും കൂടിയിട്ട് വാട്ടർ എലിമിനേറ്റ് ചെയ്യും, -H2O. എന്താ നമ്മുടെ പ്രോഡക്റ്റ്? C ഡബിൾ ബോണ്ട് N, ഇവിടെ വരെ. അത് കഴിഞ്ഞിട്ട് NH, C ഡബിൾ ബോണ്ട് O, NH2. ഇതെന്താണ്? ഇത് സെമി കാർബസൈഡുമായിട്ടാണ് റിയാക്ട് ചെയ്യണത്. സെമി കാർബസൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റിന്റെ പേരാണ് സെമി കാർബസോൺ. ഓക്കെ, നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. വെറുതെ നമ്മൾ ജസ്റ്റ് ഈ വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തിട്ട് അത് ജോയിൻ ചെയ്തിട്ട് എഴുതുക. അങ്ങനെയാണ് നമ്മൾ ഇതിന്റെ പ്രോഡക്റ്റ് എഴുതുന്നത്. അപ്പൊ ഇവിടെ എല്ലാത്തിലും ഫസ്റ്റ് ന്യൂക്ലിയോഫിലിക് അഡിഷൻ നടന്നിട്ടുള്ള ആ അഡിഷൻ പ്രോഡക്റ്റിൽ നിന്ന് നമ്മൾ എലിമിനേഷൻ നടത്തിയിട്ടാണ് ഈ റിയാക്ഷൻ, ഈ പ്രോഡക്ട്സ് ഒക്കെ ഫോം ചെയ്തിട്ടുള്ളത്. അമോണിയ, റിയാക്ഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് വിത്ത് അമോണിയ ആൻഡ് അമോണിയ ഡെറിവേറ്റീവ്സ്. അമോണിയയും അമോണിയ ഡെറിവേറ്റീവ്സും റിയാക്ട് ചെയ്യുമ്പോൾ ആദ്യം ന്യൂക്ലിയോഫിലിക് അഡിഷൻ നടന്നിട്ട് പ്രോഡക്റ്റ് ഫോം ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് എലിമിനേഷൻ നടക്കും. നമുക്കിത് ജസ്റ്റ് ഈ സിമ്പിൾ ആയിട്ട് ഈ റിയാക്ഷൻ നടക്കാൻ എങ്ങനെയാണ് ആ പ്രോഡക്റ്റ് ഫോം ചെയ്യണേ എന്നുള്ള ഷോർട്ട് കട്ട് മാത്രം അറിഞ്ഞാൽ മതി. അതിന്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയേണ്ട, റിയാക്ഷൻ ഒന്നും അറിഞ്ഞില്ലെങ്കിലും ജസ്റ്റ് ആ പ്രോഡക്റ്റ് എങ്ങനെ എഴുതുക എന്നുള്ളതൊന്നും ഓർത്തു വെക്കുക. പിന്നെ അതിന്റെ കൂടെ ഓരോ പ്രോഡക്റ്റിനും എന്താണ് പേര് എന്ന്. അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇമീൻ ഫോം ചെയ്യും. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് അമോണിയ ആയിട്ടാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇമീൻ ഫോം ചെയ്യും. പിന്നെ അതുപോലെ ഹൈഡ്രോക്സിൽ അമീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹോക്സിം ഫോം ചെയ്യും. ഹൈഡ്രസീനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രസോൺ ഫോം ചെയ്യും. അതുപോലെ 2,4-ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീൻ ബോർഷസ് റിയേജന്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 2,4-ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസോൺ ഫോം ചെയ്യും. അതുപോലെ തന്നെ സെമി കാർബസൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സെമി കാർബസോൺ ഫോം ചെയ്യും. ഇത്രയും അമോണിയ ഡെറിവേറ്റീവ്സിന്റെ റിയാക്ഷൻ ആണ് നമ്മൾ ന്യൂക്ലിയോഫിലിക് അഡിഷൻ ഫോളോഡ് ബൈ എലിമിനേഷൻ എന്നുള്ള ഹെഡിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ അഡീഷൻ ഓഫ് അമോണിയ ആൻഡ് അമോണിയ ഡെറിവേറ്റീവ്സിൽ നമ്മൾ പറഞ്ഞു റിയാക്ഷൻ എങ്ങനെയാ നടക്കുക എന്ന് പറഞ്ഞു. കാർബണിയൽ കോമ്പൗണ്ട് അമോണിയ ഡെറിവേറ്റീവ്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യും. അതിൽ നിന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ടാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുക. ഓക്കെ, ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ആസിഡ് കാറ്റലൈസ്ഡ് റിയാക്ഷൻ ആണ്. ഈ ആസിഡിന്റെ പ്രസൻസിൽ ഈ വാട്ടർ എലിമിനേറ്റ് ചെയ്യണത് ഈസി ആയിട്ട് നടക്കും. അല്ലെങ്കിൽ ഇതൊരു റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. കണ്ടോ, ഇവിടെ ഞാനൊരു ഡബിൾ സൈഡഡ് ആരോ ഇട്ടിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദ റിയാക്ഷൻ ഇസ് റിവേഴ്സിബിൾ. ഈ റിയാക്ഷൻ റിവേഴ്സിബിൾ ആണ്. അപ്പൊ
അല്പം തിരിച്ച് റിവേഴ്സ് ഡയറക്ഷനിൽ ബാക്ക്വേർഡ് ഡയറക്ഷനിൽ റിയാക്ഷൻ നടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ പ്രോഡക്റ്റ് ഫോം ചെയ്തു കഴിഞ്ഞാൽ തന്നെ ആസിഡ് കാറ്റലൈസ്ഡ് ആണ് അല്ലെങ്കിൽ ആസിഡിന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കണമെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് വാട്ടർ എലിമിനേറ്റ് ചെയ്യും, പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഓക്കെ, എന്ന് വെച്ചിട്ട് നമ്മുടെ റിയാക്ഷൻ നടക്കുന്നത് നല്ലോണം അസിഡിക് ആയിട്ടുള്ള ഹൈലി അസിഡിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണെങ്കിൽ എന്തുണ്ടാവും? നമുക്കറിയാം അമോണിയ എന്ന് പറയുന്നത് ഒരു ബേസ് ആണ് അല്ലെ. ഈ ബേസ് നമ്മുടെ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? സോൾട്ട് ഫോം ചെയ്യും. അതായത് ഇവിടെ അമോണിയം സോൾട്ട് ഫോം ചെയ്യും. അപ്പോ നമ്മുടെ റിയാക്ഷൻ ഇവൻ ദോ ഈ റിയാക്ഷൻ ആസിഡ് കാറ്റലൈസ്ഡ് റിയാക്ഷൻ ആണെങ്കിലും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നില്ല? കൂടുതൽ ആസിഡ് ഹൈലി അസിഡിക് ആയിട്ടുള്ള ഒരു മീഡിയത്തിലല്ല റിയാക്ഷൻ നടക്കുന്നത്. ഇനി എന്നാ അത് വെച്ചിട്ട് നമ്മളിത് ബേസിക് ആക്കിയാലോ? ഈ റിയാക്ഷൻ നടക്കുന്നത് ബേസിക് കണ്ടീഷനിലാണെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രോട്ടോണേഷൻ നടക്കുന്നതാണ് അല്ലെ. അതായത് ഈ C ഡബിൾ ബോണ്ട് O എന്നുള്ളത് ഇത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ എന്താ ഉണ്ടാവുക? ഇവിടെ നെഗറ്റീവ് ചാർജും ഇവിടെ പോസിറ്റീവ് ചാർജും വരും. ഇവിടേക്ക് NHZ അറ്റാച്ച് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്കൻഡിൽ എന്ത് ചെയ്യും? ഇവിടേക്ക് OH ഫോം ചെയ്യും. എന്നിട്ടാണ് ഈ കാണുന്ന ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഈ റിയാക്ഷൻ ഹൈലി ബേസിക് മീഡിയത്തിലാണ് നടക്കണമെങ്കിൽ ഈ പ്രോട്ടോണേഷൻ നടക്കണ ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് അവിടെ മെല്ലെ നടക്കുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഒരു റിയാക്ഷൻ അമോണിയ അല്ലെങ്കിൽ അമോണിയ ഡെറിവേറ്റീവ്സ് ആഡ് ചെയ്യുന്ന ഈ റിയാക്ഷൻ ഒരു ഒപ്റ്റിമം pHലാണ് റിയാക്ഷൻ കണ്ടക്ട് ചെയ്യുക. pH എന്ന് പറയുന്നത് ഒരു 3.5 pH റേഞ്ചിലൊക്കെയാണ് ഒപ്റ്റിമം pH റേഞ്ചിലാണ് നമ്മൾ ഈ റിയാക്ഷൻ നടത്തുന്നത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ കുറെ അമോണിയ ഡെറിവേറ്റീവ്സ് എങ്ങനെ ആഡ് ചെയ്യാന്ന് പറഞ്ഞു. ഈസി ആയിട്ട് പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് പറഞ്ഞു? ഈ ഒരു വാട്ടർ എലിമിനേറ്റ് ചെയ്യണതായിട്ട് കാണിച്ചിട്ട് ഇത് ഒഴികെ ബാക്കി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്താൽ മതി. ഇവിടുന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് പ്രോഡക്റ്റ് എഴുതാം എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യണത്. പക്ഷെ ഈസി ആയിട്ട് നമുക്ക് ഷോർട്ട് കട്ടിലൂടെ പ്രോഡക്റ്റ് എഴുതാനുള്ള ഒരു മെത്തേഡാണ് ഇത്. ജസ്റ്റ് ഇങ്ങനെ ആഡ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ കുറെ അമോണിയ ഡെറിവേറ്റീവ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അതിന്റെ പ്രോഡക്റ്റ് എന്തൊക്കെയാ ഫോം ചെയ്യണേ എന്നുള്ളത് പറഞ്ഞു. പിന്നെ ഇവിടെ ആലോചിച്ച് വെക്കേണ്ട ഒരു പോയിന്റ് പറയണത് എന്താന്ന് വെച്ചാൽ റിയാക്ഷൻ ആസിഡ് കാറ്റലൈസ്ഡ് റിയാക്ഷൻ ആണ്. അതായത് വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ട് വേഗം പ്രോഡക്റ്റ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. അതർവൈസ് റിവേഴ്സിബിൾ ആണ്, റിവേഴ്സ് ബാക്ക്വേർഡ് റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യും. അപ്പൊ അതില്ലാതിരിക്കാൻ ആസിഡ് കാറ്റലൈസ്ഡ് ആണ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കൂടി നമ്മൾ ഹൈലി അസിഡിക് ആയിട്ടുള്ള ഒരു മീഡിയത്തിൽ റിയാക്ഷൻ നടത്തണില്ല. കാരണം അമോണിയം സോൾട്ട് ഫോം ചെയ്യും. ആ കേസിൽ അമോണിയ എന്ന് പറയുന്നത് ബേസ് ആണ്. ആസിഡിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ അമോണിയം സോൾട്ട് ഫോം ചെയ്യും. ഇനി ഹൈലി ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള സിറ്റുവേഷനിലും റിയാക്ഷൻ നടത്താൻ പറ്റില്ല. അവിടെ പ്രോട്ടോണേഷൻ നടക്കുന്ന പ്രോസസ്സ് അവിടെ സ്ലോ ആവും. ഈ ഒരു പ്രോസസ്സ് സ്ലോ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള റിയാക്ഷനും അത് എഫക്ട് ചെയ്യും. അപ്പൊ നമ്മളൊരു ഒപ്റ്റിമം pHലാണ് റിയാക്ഷൻ നടത്തുന്നത്. റിയാക്ഷൻ ഒരു 3.5 pHലാണ് ഈ റിയാക്ഷൻ നടക്കുക. ഇനി ഏതൊരു ഏതാണ് ഹൈഡ്രസീനോ ഹൈഡ്രോക്സിലമീനോ അല്ലെങ്കിൽ എന്താണ് ഫിനൈൽ ഹൈഡ്രസീനോ 2,4 ഡൈനൈട്രോ ഫിനൈൽ ഹൈഡ്രസീനോ സെമി കാർബസൈഡോ എന്തോ ആയിക്കോട്ടെ ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെ വാട്ടർ എലിമിനേറ്റ് ചെയ്തിട്ട് പ്രോഡക്റ്റ് എഴുതാനും അറിയാം. അപ്പൊ അത്രയാണ് നമുക്ക് അമോണിയ എഡിഷൻ ഓഫ് ന്യൂക്ലിയോഫിലിക് എഡിഷൻ ഫോളോഡ് ബൈ എലിമിനേഷൻ, അതായത് അമോണിയ ആൻഡ് അമോണിയ ഡെറിവേറ്റീവ്സിന്റെ അഡിഷൻ റിയാക്ഷനിൽ നമുക്ക് പറയാനുള്ളത്.